ഇവിടെ നിന്ന് ഞാൻ പറയണത് മുഴുവൻ കേൾക്കാൻ നിക്കാഞ്ഞ് ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു. തേങ്ങ ഇനി ലിസയുടെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ നാളെ കേൾക്കേണ്ടി വരും. എന്റെ ദൈവമേ. അതെന്താ? എടാ അവളെന്തോ ഭരതനാട്യോ സെലക്ഷൻ, അയ്യോ എന്തൊക്കെ പറഞ്ഞായിരുന്നു, ഞാനതൊക്കെ മറന്നും പോയി. ഭരതനാട്യം ആ ബെസ്റ്റ്. ഇപ്പൊ തന്നെ ചെല്ലി അവള് നിന്റെ നെഞ്ചത്തെ കാളിയമർദ്ദനം ഇടും. കാളിയമർദ്ദനം അല്ല പിന്നെ വെറുതെ മനുഷ്യന് കുറെ സമയം കളയാൻ. നീ വന്നെന്റെ വിക്കി, നമുക്ക് പോവാ. ഹലോ ഹലോ ആ പറയ്. എടി നീ ഇത് പറയാണ്ട് കോളേജിൽ നിന്ന് വന്ന്? എടി ഞാൻ ആ സമയത്തൊട്ടും ഓക്കെ ആയിരുന്നില്ല. എന്റെ പൊന്നു ഓബി, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല പോക്കി, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് നാളെ കോളേജിൽ വന്നിട്ട് സംസാരിക്കാം. ശരി ബൈ. എടി എടി വെക്കില്ല. ഓ എന്താ? ഹലോ, ഞാൻ ഇത് ഏതാ നമ്പര്? ഹലോ ഹലോ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാനാ ജിമിൻ. ഓ താനായിരുന്നു. എന്താ? അല്ല തനിക്ക് ഇവിടുന്ന് എന്താ നമ്പർ കിട്ടി? അത് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. എന്തായാലും നമ്പർ എനിക്ക് കിട്ടി, ഞാൻ നിന്നെ വിളിച്ചു. ഇനിയിപ്പോ അതറിഞ്ഞേ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സൗകര്യമില്ല. തനിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടും. വെറുതെ മനുഷ്യന് തന്നോട് തല്ലുവിടാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. മനുഷ്യ പിന്നെ ഇടിയിടി അടങ്ങ് എന്റെ പൊന്നി. ഒന്ന് താന്ന് വന്നപ്പോ അവൾ തലേ കയറുന്ന കുച്ചപ്പിടി കളിക്കാണ്. ഓ കുച്ചപ്പിടി എന്ന് പറഞ്ഞപ്പോഴാ നിന്നോട് നാളെ ലിസ ഭരതനാട്യം കളിക്കാൻ പറ്റിയ എന്തെങ്കിലും കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഭരതനാട്യം? ആ ഭരതനാട്യം തന്നെ. ഞാനും വിചാരിച്ചു നിന്റെ അടുത്തൊക്കെ എന്തിനാ ഇത് പറയുന്നെന്ന്. അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. ആ നിന്നോട് ലിസ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓ എന്ത് മാങ്ങിയെങ്കിലാവട്ടെ. ഭരതനാട്യത്തിന്റെ ഡ്രസ്സല്ലേ, നോക്കാം. എന്തായാലും ഇപ്പൊ ഞാൻ പോയി എവിടുന്ന് വാടകയ്ക്ക് എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നാളത്തെ കാര്യത്തില് എന്തെങ്കിലും ഞാൻ നാളെ ചെയ്തോളാം. അല്ല പിന്നെ വെച്ചിട്ട് പോയിടും. അല്ല ഞാനെന്ത് ഇവളോട് ഇങ്ങനെ? ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്തൊന്നല്ലല്ലോ. എന്താ ചെമ്മിന് ലവാണോ? ആ ചുമ്മാ നോക്കിക്കളയാ. എന്റെ പുതിയ ഭർത്താവേ, ഇവനെ ഒന്ന് ഇവിടെ ലിസനെ ഒന്ന് ന്യൂണിച്ചോ. പിന്നെ എന്താ ഹോബി? കൺട്രോൾ കൺട്രോൾ. ഭരതനാട്യല്ലേ, കാണിച്ചുതരാം. എടി അന്നമ്മല്ലടി കൂക്കിയാടി കൂക്കി. എന്റെ പൊന്നുമോളെ ദിക്കതൊക്കെയാണ് കാര്യം പറയുമ്പോ എന്താണ് പറ്റിയത്? എന്റെ ചേട്ടന്റെ ചെറുപ്പ സ്ഥലം പോയോ മോളെ? ഒന്ന് പോയടി. എടി അവിടെ നമ്മുടെ ഹോബിയില്ലേ? ഹോബിക്ക് എന്താ പറ്റിയേ? അമ്മേ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. എടി അവിടെ മലയാളി മങ്കിയുടെ ഫാൻസി ഡ്രസ് കളിക്കാൻ തോന്നുന്നു. നിങ്ങളൊന്ന് വന്ന് നോക്കിക്കേ. നീ വന്നേ? അയ്യോ ഞാനില്ലേ, എന്നെ കൊണ്ട് നീ കാണാൻ വയ്യേ. അയ്യോ கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர அவ வந்தா தேடியே ജീനി, ഞാൻ കാണുന്ന തന്നെയാണോ നീയും കാണുന്നേ? നീ കാണുന്ന തന്നെയാണോ ഞാൻ കാണുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കാണുന്നത് സത്യമാണോ അത് സ്വപ്നാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത്. എന്താടി പല്ല കണ്ട പിരിച്ചാഴി പോലെ നിൽക്കുന്നത്? നിന്നെ ഈ വേഷത്തില് കണ്ട് നിൽക്കുമ്പോ ഈ ഒരു ഭാവമല്ലാതെ എന്റെ മുഖത്ത് വേറൊരു ഭാവം വരൂല. സത്യം പറയാ ഗോപി, ഇന്നലെ ദേഷ്യം തലക്കടിച്ച് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ?